ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാമ ചന്ദ്രയോട് പറയാം കേട്ടോ, ആ സ്വാമി എന്തോ ദിവ്യശക്തിയുള്ള സ്വാമിയാണെന്ന് തോന്നുന്നു, എല്ലാവരും വന്ന് കാലിൽ തൊടുവല്ലേ, നമുക്കും പോയി നമുക്ക് അനുഗ്രഹം വാങ്ങാം, വാ ചന്ദ്രയെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അത് ആരാന്ന് പോലും നമുക്കറിയില്ല, അത് കൊള്ളാം, അത് നല്ല എന്തോ ദിവ്യശക്തിയുള്ള സ്വാമി ആയതുകൊണ്ടല്ലേ എല്ലാവരും വന്ന് കാലിൽ തൊടണേ, വന്നേ വാ നമുക്കും കൂടെ ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രയെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നത് കേട്ടോ. ചന്ദ്ര എന്നെ ആദ്യം ഇങ്ങോട്ട് നേരെ വരികയാണ്, പുണ്യം കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ വന്ന് നമ്മുടെ അയാളുടെ കാലിൽ ഇങ്ങനെ തൊടുന്നതും അയാൾ കറങ്ങി ഉരുണ്ട് തിരിയണതും ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കണം കേട്ടോ. ചന്ദ്ര പേടിച്ച് വിറച്ച് ഒരു ഒറ്റ ഓട്ടം ഓടുക. അപ്പോൾ അയാൾ ചാടി എണീറ്റ് ചന്ദ്രയെ നടന്ന് വിളിക്കുക കേട്ടോ. അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. കൂടെ നമ്മുടെ ഭാമേനെ വിളിച്ചിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ? സ്വാമിയല്ലേ അയാൾ? സ്വാമിയല്ല, അയാൾ ആസാമിയാ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഭാമ ചോദിക്കണം, ആസാമിയോ? അപ്പോൾ നമ്മുടെ ഈ സ്വാമി എങ്ങനെ ആസാമിലേക്ക് എത്തിയോ, നമ്മളെ ക്ഷേത്രം ആസാമിലേക്ക് എത്തിയോ എന്നിങ്ങനെ പറയട്ടോ. മണ്ടത്തരം ഒന്ന് നീ നിർത്തുന്നുണ്ടോ? അയാൾ ആരാന്നറിയോ? നമ്മൾ ആധാരം പണയം വെച്ചില്ലേ, ആ ഫിനാൻഷ്യർ അയാൾ അവിടെ, അല്ലാതെ സ്വാമിയൊന്നുമല്ല. അയ്യോ അയാളായിരുന്നോ? അയ്യോ എനിക്ക് വയ്യ, ഞാനാണെങ്കിലേ ഈ മാസത്തെ പലിശ പോലും കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ കാശും ഇല്ല, ഇനി എന്താ ചെയ്യുക ദൈവമേ എന്നും പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. അതെ, ഇവിടെയാണെങ്കിൽ രവിയേട്ടൻ വന്നിട്ടുണ്ട്. ഇതേ അങ്ങോട്ട് നോക്ക്, രവിയേട്ടൻ തൊഴുതുകൊണ്ടിരിക്കണേ. ഇനി രവിയേട്ടൻ്റെ മുമ്പിൽ വെച്ചെങ്ങാനും അയാൾ ചോദിച്ചാൽ നാണം കെടും. അതുപോലെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യും. ആധാരം പണയം വെച്ച കാര്യം വീട്ടിൽ ആർക്കും അറിയില്ല. ഈശ്വര, എനിക്കാകെ ടെൻഷനാവുന്നു, പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സമയം പുറകെ ഇങ്ങനെ വരുവാണ് കേട്ടോ. വിളിച്ചിട്ട് അയാൾ ചന്ദ്രയെന്ന് പറഞ്ഞ അയാൾ അവിടെ എല്ലാം അമ്പലം മുഴുവൻ അരിച്ച് പിറക്കുകയാണ് ചന്ദ്ര എവിടെയെന്നുള്ളത്. അപ്പോൾ ഭാമ പറഞ്ഞു കൊടുക്കുകയാണ്, ചന്ദ്രൻ നീ പേടിക്കാതെ, അത് മാത്രമല്ല അയാൾ അവിടെ ശയന പ്രദർശനം നടത്തുകൊണ്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ ധൈര്യമായിട്ട് ഇരിക്കുക. അങ്ങനെ അപ്പം നോക്കുമ്പോൾ ദേ വരുന്ന അയാൾ അവിടുന്ന് വീണ്ടും ചന്ദ്ര ഭാമേനെ അവിടെ ഇട്ടിട്ട് ഓടുക കേട്ടോ. അപ്പോൾ ഭാമയെ കണ്ടു അയാൾ. അങ്ങനെ ഓടി വന്നിട്ട് ചോദിക്കണം, എന്തിനാ അവൾ ഓടുന്നത് ചന്ദ്ര? എന്നെ കണ്ടുകൊണ്ട് നാണമില്ലേ അവൾക്ക്? പൈസയും വാങ്ങിച്ചിട്ട് ഒളിച്ച് നടക്കുന്നോ? പിന്നെ നീയും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ക്യാഷ് കൊടുത്തത്, കേട്ടല്ലോ ഭാമേ. അതുകൊണ്ട് ഒന്നാമതേ ആദ്യത്തെ അടവ് പോലും അടച്ചിട്ടില്ല, ആദ്യത്തെ അടവ് പോലും ഇത്ര കൃത്യമായിട്ട് അടയ്ക്കാതെ എന്നെ ഒളിച്ച് നടക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും ഗതി? നീയും കൂടെ കുടുങ്ങും, നീ നോക്കൂ. ആ ഒരു ആധാരത്തിൽ വാങ്ങിച്ചപ്പോൾ മുദ്രപത്രത്തിൽ ഒപ്പിട്ടത് നീയും കൂടെയാണ്. അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ ഞാൻ വരും എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയട്ടോ. ഉടനെ തന്നെ ഭാമയുള്ള സത്യം അങ്ങ് തുറന്ന് പറയട്ടോ അയാളോട്. അയ്യോ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും വരല്ലേ, അതുമാത്രമല്ല അവൾ വീട്ടുകാരോടും പറയാതെ ഈ ആധാരം പണയം വെച്ചത്, അതുകൊണ്ട് അവളുടെ ഭർത്താക്കന്മാരോടോ ആരോടോ ഒന്നും ഇവിടെ ചിലപ്പോൾ കാണും, അവരോടൊന്നും പറഞ്ഞേക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ തുറന്ന് പറയട്ടോ. അത് കേൾക്കണത് ഇയാളുടനെ ചെയ്യണം. ആഹാ, അത് ശരി, അപ്പോൾ വീട്ടിലാരും അറിയാതെ രഹസ്യമാക്കിയാണോ ആധാരം കൊണ്ട് പണയം വെച്ചത്? അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാലേ ഞാൻ കുടുങ്ങുമല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്തോ, അങ്ങനെ അതൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, വീട്ടിലറിയാതെ ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്നു, അതും ഇത് ശരിയാണ്, പക്ഷെ തെറ്റായ കാര്യത്തിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ അവരുടെ വീട്ടുകാരോടും മക്കളോടും ഭർത്താവിനോടും എല്ലാവരോടും വന്ന് എൻ്റെ ആ മുദ്രപത്രത്തിലേക്ക് വന്ന് ഒപ്പിട്ടിട്ട് പോകാൻ പറയണം കേട്ടോ. പിന്നീട് പൈസ തരാതെ കേസിനെ പുലിവാലിനെ പോവുകയാണെങ്കിലേ അവസാനം എൻ്റെ കാശ് സമയത്തിന് കിട്ടുകയില്ല, ആകെപ്പടെ കുഴപ്പമാവും, പറഞ്ഞു കേട്ടല്ലോ. എന്നും പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ആ ചന്ദ്രയെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ എന്ന് പറയട്ടോ. അവിടെ ഇങ്ങനെ ചന്ദ്ര പേടിച്ച് വിറച്ചൊരു ആൽമരത്തിൻ്റെ മൂട്ടിൽ നിൽക്കുകയാണ്. അവിടെ ചെന്ന് ഓടിപ്പോയി ചന്ദ്രയെ വിളിക്കണം കേട്ടോ. ഭാമേ ചന്ദ്ര നീ വാ, ഒരു കുഴപ്പമില്ല, നീ അങ്ങേരോട് വന്ന് കാര്യം പറ. ഇല്ല ഞാൻ വരില്ല, വരണം, വന്നേ നീ എന്താ അയാൾ പറഞ്ഞത്? അല്ല അത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു. അയാൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അത് ശരി ചന്ദ്രയെ, നീ എന്നെ കളിപ്പിക്കുകയല്ലേ, ഇങ്ങനെ ഓടിച്ച് വീട്ടുകാരറിയാതെ ആധാരം പണയം വെച്ചിരിക്കണം അല്ലേ നീ എന്ന് പറഞ്ഞ് ഭാമയുടെ മുഖത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ നീ വീട്ടുകാരറിയാതെ കൊണ്ടുവച്ചത്? അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? പിന്നെ അതല്ല, ആ ആധാരം വീട്ടുകാരറിയേണ്ട കാര്യമില്ല, അത് ആ വീടെന്ന് പറയുന്നത് എൻ്റേതാണ്, പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേര് വെറുതെ ഒരു പേരിന് വേണ്ടി അത് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അധികാരമൊക്കെ എനിക്കാ, അതുകൊണ്ടാണ്, കുഴപ്പമില്ല, അവരോടൊന്നും പറയണ്ടെന്ന് ചന്ദ്ര പറയുക കേട്ടോ. അപ്പോൾ അയാളത് സമ്മതിക്കുന്നില്ല. അത് ശരി, എൻ്റെ അടുത്ത് നീ വിളച്ചിലൊന്നും എടുക്കില്ലേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരെയും വിളിച്ചും കൊണ്ട് എൻ്റെ ഓഫീസിലേക്ക് വന്നേക്കണം ഒപ്പിടാനായിട്ട്. അയ്യോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ? എനിക്ക് പറ്റില്ല. എന്നാൽ പിന്നെ നാളെ രാവിലെ വന്നോ, നീ ഇന്ന് ഉച്ചയ്ക്ക് വരണ്ട എന്ന് പറയട്ടോ. അപ്പോൾ പിന്നെ എന്നിട്ട് പറയണം, ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും,
അവിടെ വന്ന് ഞാൻ സമരം ഇരിക്കും. പിന്നെ ജാമ്യം നിന്നത് നീയും കൂടെയാ ഭാമേ. നിൻ്റെ വീട്ടിൽ ഞാൻ വരും, നീ നോക്കിക്കോ. പിന്നെ എന്നും പറഞ്ഞ് വിരട്ടിയിട്ടാണ് പോകണം കേട്ടോ. ഇവിടെ ഭാമ അങ്ങോട്ട് ടെൻഷൻ ആവാൻ തുടങ്ങി. അയ്യോ എൻ്റെ മാനം പോയി ദൈവമേ, എൻ്റെ വീട് പോയി ദൈവമേ എന്ന് പറഞ്ഞ് ഒരേ ഒപ്പാരും കരച്ചിലുമാണ്. അപ്പോൾ പലതവണ ചന്ദ്ര പറയുന്നുണ്ടെന്ന് നിർത്ത്, നീ സമാധാനപ്പെട്ട് നിർത്ത്. ഇല്ല എൻ്റെ എല്ലാം പോയി ചന്ദ്രേ, നീ കാരണമാണ് എന്നിലും കൂടെ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നീക്കിയിടും. അപ്പോഴാണ് രവി അങ്ങോട്ട് വരുന്നത്. രവിയേട്ടൻ വരുന്നത്, നീ മിണ്ടാതിരിക്കുന്നു പറയണം. എന്താ ഒരു പ്രശ്നം, നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കണേ? എന്താ നിനക്ക്, ഇവർക്ക് എന്താ പറ്റിയത്? ഇവളിങ്ങനെയൊക്കെ കിടന്ന് പറയുകയാണല്ലോ. അല്ല അത് പെട്ടെന്ന് അവൾക്ക് ബാധ കയറിയതാ എന്നിങ്ങനെ ചന്ദ്ര പറയട്ടോ. ബാധ എങ്ങനെ അവൾക്ക് കയറണം? നീ കൂടെ ഉള്ളപ്പോഴാണ് അവൾക്ക് ബാധ കയറണമെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് നിർത്തിക്കോട്ടോ രവിയേട്ടാന്ന് പറയണം. ശരി. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആ ഒരു കരച്ചിലൊക്കെ അടക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പം രവി കേട്ടന് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്, ഇവർ പെട്ടെന്ന് എന്താ ഈ ബാധ കയറുക അങ്ങനെയൊക്കെയുള്ള കാണിക്കണേ. അപ്പോൾ സംശയമുണ്ട്. പിന്നെ അവിടെ നിന്ന് അവരങ്ങ് മാറിപ്പോവുക കേട്ടോ. അപ്പോൾ ചോദിക്കണേ ശ്രുതിയൊക്കെ എന്ത് ചെയ്യുന്നു? അല്ല അത് അവർ അവിടെ തന്നെ ഉണ്ടല്ലോ. ശരി വാ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് സച്ചി രേവതിയും കൊണ്ട് വരാം കേട്ടോ, പൈസ കൊടുക്കാനായിട്ട്. അപ്പോൾ ദൂരെ നിന്ന് മാറി നിന്നിട്ട് രേവതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സൈനപ്രദക്ഷിണം ചെയ്യുന്ന ആളെ കണ്ടോ, ഇയാളാണ് ആൾ. ശരി നീ പൈസ കൊണ്ട് കൊടുക്കുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ക്യാഷ് കൊണ്ട് കൊടുക്കുമ്പോൾ മറന്നു പോകണേ. നിങ്ങൾ എവിടെ പോയി എന്ന് പറയണം? അത് മൈസൂർ പോയി എന്ന് പറയണം. എത്ര ദിവസത്തേക്കെന്ന് പറയണം? നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്നിട്ട് സച്ചി രേവതിയെ പറഞ്ഞു വിട്ടിട്ട് മാറി ഒളിച്ച് നിൽക്കണ്ടേ. സച്ചി അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇയാൾ ചെന്ന് സാറേന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതാരാ, എനിക്ക് പരിചയമില്ലാത്തൊരു സൗണ്ടാണല്ലോ. അല്ല ഞാൻ ഡ്രൈവർ സച്ചിയുടെ ഭാര്യയാണെന്ന് പറയുമ്പോൾ അയാൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഡ്രൈവർ സച്ചിയുടെ ഭാര്യയായിരുന്നു? അതെ, പലിശക്കാശ് കൊണ്ടുവന്നതാ, ഇത്രയേ ഉള്ളൂ, ബാക്കി പിന്നെ തരാം എന്നിങ്ങനെ പറയാം. ശരി വാങ്ങിച്ചോ. അല്ല ഈ സച്ചി എന്താ വരാത്ത, നിന്നെ എന്തിനാ പറഞ്ഞു വിട്ടേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ രേവതി പെട്ടെന്ന് പറയണം, അത് വിക്കി പറയാട്ടോ. അതെ മൈസൂരിൽ പോയിരിക്കുക, 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, ഓട്ടം പോയേക്കാന്ന് പറയണം. ശരി വന്നിട്ടുണ്ടെങ്കിൽ അവനെ എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞേക്കണം. ശരി എന്നും പറഞ്ഞിട്ട് ഇയാൾ ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി കിടന്നിട്ട് ഇങ്ങനെ തിരിയണം. സച്ചി അവിടെ മറിഞ്ഞ് നിൽക്കണം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയോട് ചോദിക്കണം, ഈ മൈസൂർ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്ന ഏതെന്ന ഭാഗത്ത് വല്ലതാണോ? എന്താ എനിക്കറിയില്ല എന്ന് പറയണം. അപ്പോൾ മൈസൂർ പോയ ആൾ നിപ്പുണ്ട്. അപ്പോൾ രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുത്തെ നിന്ന നിപ്പിന് അവിടെ തന്നെ നിപ്പുണ്ട് കേട്ടോ സച്ചി. അങ്ങനെ സച്ചി അയാൾ കണ്ടുപിടിക്കും. ഇടാ സച്ചി ഇവിടെ വാടാന്ന് പറയാം കേട്ടോ. അങ്ങനെ സച്ചി ഓടാൻ പോകുന്ന സച്ചിനെ വീണ്ടും വിളിച്ച് അടുത്ത് വരുത്തിക്കുകയാണ്. അങ്ങനെ നീ എന്താടാ മൈസൂർ പോയിന്ന് കള്ളം പറഞ്ഞത്, നീ കൊള്ളാമല്ലോ. അതല്ല മുതലാളി, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കാര്യം സോപ്പിടാൻ വേണ്ടി അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയാം. വണ്ടിക്ക് ഇപ്പോൾ ഓട്ടോ ഇല്ലെന്ന്, എൻ്റെ കയ്യിൽ ഇത്രയും കാശേ ഉള്ളൂ, തൽക്കാലം ഇത് വാങ്ങണം, ഞാൻ പിന്നെ രേവതിയെ പറഞ്ഞു വിട്ടത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അയാളോട് ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഭാമയും നമ്മുടെ ചന്ദ്രയും കൂടെ വീണ്ടും അതിലേക്ക് ഇറങ്ങി ഇപ്പുറത്ത് തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കാര്യമായിട്ട് ഇവർ രണ്ടും കൂടെ സംസാരിക്കുന്നത് സച്ചിയും ഫിനാൻഷ്യറും ഉറപ്പായിട്ട് ആധാരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഇതായിരുന്നു ചന്ദ്രയുടെ പേടി. അങ്ങനെ ചന്ദ്ര ഭാമയോട് പോയോ ഇവർ സംസാരിക്കുന്നത് ആ കാര്യം തന്നെയല്ലേ? അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, അതിന് നിൻ്റെ മോനാണ് സച്ചി എന്നുള്ളത് അയാൾക്ക് അറിയില്ലല്ലോ. അറിയുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണേന്ന് പറയാട്ടോ. എനിക്ക് തോന്നുന്നില്ല അതാണ് കാര്യം എന്നുള്ളത്. വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കണം. നീ സമാധാനം ഇല്ല ഉറപ്പാണ് നമ്മുടെ ആധാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെയായി. ദൈവമേ, ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ വീടിന് തീയിടും, എന്നെ അതിനകത്ത് പിടിച്ച് തള്ളിയിടുകയും ചെയ്യും. അതാണ് അവൻ്റെ സ്വഭാവം. ഈശ്വര, എല്ലാവരും അറിയുമല്ലോ, ഞാനിനി എന്താ ചെയ്യാമെന്നും പറഞ്ഞ് അവരങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ വീണ്ടും രവി വരുന്നു. നിങ്ങൾ എന്താ ഒരു ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഒന്നുമില്ല, സാധാരണ അമ്പലത്തിൽ വരുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും, നീ പിന്നെ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കണേ? ഒന്നുമില്ല, അത് പിന്നെ കല്യാണത്തിൻ്റെക്കിലൊക്കെ ഇങ്ങനെ ഓടി നടന്നില്ലേ, അതുകൊണ്ടാണ്. അതിന് നീ എന്ത് ഓടി നടന്നു? രേവതിയല്ലേ പണിയെല്ലാം ചെയ്തത്, അത് ചെയ്യുന്ന നിർദ്ദേശം കൊടുക്കാൻ മാത്രമല്ലേ ചെയ്തോളൂ നീ എന്നൊക്കെ പറയട്ടോ. അവസാനം വല്ല വിധേന അവിടെ നിന്ന് മാറി നിന്നിട്ട് ചന്ദ്രഭാമയോട് പറയുന്നുണ്ട്, നീ വീട്ടിൽ വരണം എന്തായാലും, അല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല, അത്രമാത്രം പേടിച്ച് പോയിട്ടുണ്ട്, എനിക്കിന്ന് പനി വരെയുള്ളൂ. ഈശ്വര, നീയും കൂടെ വീട്ടിൽ വാ. എന്നിട്ട് ആ പൂക്കാരിയോട് ചോദിര് നൈസായിട്ട് എന്താ കാര്യമെന്നൊക്കെ, അപ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്നിങ്ങനെ നമ്മൾ ഭാമേനെ ഏൽപ്പിക്കാനായിട്ട് ആ ജോലി. അങ്ങനെ അവരെല്ലാവരും കൂടെ ശ്രുതിയും സുതിയും ഒക്കെ ആയിട്ട് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ട് പോവാണ്. അപ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വെച്ചാൽ സച്ചി കാറൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ കൂടെ നിന്ന ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇങ്ങനെ കാശ് കുറവാണ്, അത് പകുതിയെ പലിശ കാശ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ്.
അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ അയാൾക്ക് ഈ കാറിൻ്റെ ഓട്ടം വലുതായിട്ടില്ല, ഇനി ആ പൈസ കൊടുക്കണം ഈ പൈസ കൊടുക്കണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, വിഷമിക്കാതെടാ അതൊക്കെ ശരിയാവും എന്ന് പറയാണ്. അപ്പോഴാണ് രണ്ടുമാർ ബൈക്ക് അവിടെ നിർത്തിയിട്ട് വരുന്നുണ്ട്, വണ്ടി സ്റ്റാർട്ടാവാത്ത പോലെ. അങ്ങനെ നോക്കുമ്പോൾ കൂടെ നിൽക്കുന്നവൻ മനസ്സിലാവുന്നുണ്ട്, സച്ചിയുടെ ഫ്രണ്ടല്ലേ. സച്ചിയുടെ അടുത്ത് ഉടനെ വേടാ നിൻ്റെ കാറിൽ മയക്കുമരുന്ന് വെച്ചവന്മാരടാ അതെന്ന് പറയാം കേട്ടോ. സച്ചി അങ്ങോട്ട് നോക്കണുണ്ട്, എന്ന് വിളിച്ചവന്മാർ. അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ സച്ചിനെ. അങ്ങനെ അവന്മാർ അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.